25 വർഷം ഞാൻ രാജ്യത്തിന് കാവൽ നിന്ന ആളാണ്. ഇപ്പൊ എന്റെ 8 ഏക്കർ കൃഷിത്തോട്ടത്തിനാണ് ഞാൻ കാവൽക്കാരൻ. അല്ല പിന്നെ ഇതാണ് ഇന്നത്തെ ചെറിയ വിളവെടുപ്പ്. ഇത് ഇന്നത്തെ ഈ സ്ഥലത്തെ വിളവെടുപ്പാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് പോലും വരൂല്ല ഇത്രയും വലുത്. കണ്ട അതിന്റെ വലിപ്പം കണ്ടു നോക്ക്. ആൾക്കാരെ ഞാൻ കുറ്റം പറയണില്ല കേട്ടാ. അവര് ചിന്തിക്കണ ശരി, അയ്യോ ഇത്രയും വലിയ തക്കാളി ഇവിടെ ഉണ്ടാവുക എന്നാണ് ആൾക്കാരുടെ ചോദ്യം. വഴുതന കാടെന്ന് പറയും. വഴുതന കാട്ടിൽ കയറുവാണ് നമ്മൾ. ഇത് കണ്ട ഇതുമേലൊക്കെ കിടക്കുന്ന വിളവ് കണ്ട. ഇതിന്റെയൊക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഈ വലിപ്പമൊക്കെ വരും. പക്ഷെ അത്രയും നമ്മൾ ക്ഷമയില്ല നമുക്ക്. ഇതിപ്പോഴേ പറിച്ചു കൊടുക്കും. നമ്മൾ പറിച്ച് അപ്പോഴേ കൊടുത്ത് ഇത് ഉള്ള ചില്ലറ മേടിക്കുക. കാര്യം ഇത് കിളുന്നാണെങ്കിലുണ്ടല്ലോ ഇതിന് മേടിക്കാൻ ആൾക്കാർ കൂടുതലുണ്ടാവും. ഇതാണ് പൊട്ടുവെള്ളരി. ഇതിന്റെ സൗണ്ട് കേട്ടാ. ഇത് മൂത്തിരിക്കണ പാകാണ്. ഇതിപ്പോ നാളെ രാവിലെ ഇത് പൊട്ടും. ഈ രാജ്യത്തിന് കാവൽക്കാരനാണെന്ന് പറഞ്ഞല്ല, എപ്പോഴും കൃഷിത്തോട്ടത്തിന്റെ അവിടെ നിൽക്കാൻ പറ്റില്ല. അവര് കാവല് നിൽക്കാം, പക്ഷെ ഈ കീടങ്ങൾ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യണേന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള പാകിസ്ഥാൻ വന്നാൽ അറിയാം നമുക്ക്. ഇവര് വന്നാൽ അറിയാൻ പറ്റില്ല. അതിനുള്ള കാവൽക്കാരാണ് ഇവരെ കുറിച്ച് ഇത് വെറുതെ നിങ്ങൾ തോന്നുന്നു ഇത് ഭംഗിക്ക് നിർത്തിയിരിക്കണം. അല്ല, ഇത് കണ്ട, ഇത് തിന്നണ കണ്ട, ഇത് ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ച് നിർത്തിയിരിക്കുക. ഈ കീടങ്ങളിൽ പലതും ഈ ചെടിയെ ആക്രമിക്കും. അവനപ്പം അപ്പുറത്ത് പോകാനുള്ള സമയം കിട്ടിയല്ല. മനസ്സിലായി? ഇതിപ്പോ അവനിവിടെ നല്ല രുചിയോടെ തിന്നോണ്ടിരിക്കുക. അപ്പൊ അവിടുത്തെ പ്രശ്നമില്ല. അവൻ തിന്നോട്ടെ, ഇത് തിന്നോട്ടെ, എനിക്കൊരു പരാതിയില്ല. കൃഷി എന്ന് പറഞ്ഞത് അപ്പുറത്തെ സൈഡിൽ ഇപ്പൊ തണ്ണിമത്തന്റെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ തന്നെ 3-4 ടൈപ്പ് സാധനമുണ്ട്. 3 ടൈപ്പ് വഴുതനയുണ്ട്, 1 ടൈപ്പ് തക്കാളിയുണ്ട്, പിന്നെ പച്ചമുളക് സിറ ടൈപ്പ് ഉണ്ട്, പിന്നെ വെണ്ടയുണ്ട്, അപ്പുറത്ത് പയറുണ്ട്, കുറ്റിപ്പയർ, പിന്നെ കുറച്ച് പീച്ചിലും ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് വിൽക്കുന്നത് കേട്ടോ. പള്ളിച്ചന്തയ്ക്ക് വടക്ക് വശമായിട്ട് സ്വന്തമായിട്ട് റോഡ് സൈഡിൽ ഇരുന്ന് അവിടെ ഇരുന്നാണ് മാക്സിമം സാധനം വിൽക്കുന്നത്. ഈ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാകണതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ കടക്കാർക്കൊക്കെ 5 കിലോ ഒക്കെ മതിയാവും. ബാക്കിയുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ കൊടുക്കുന്നത്. മുഴുവൻ തക്കാളിയാണ്. ഇത് കംപ്ലീറ്റ് തക്കാളിയാണ്. കണ്ടേ, ഇത് നല്ല വലിപ്പമുള്ള തക്കാളിയാണ്. വളരെ വലിപ്പം പറയില്ല. നാടൻ തക്കാളിയാന്ന് പറയൂലേ. ഇത് നമ്മളിങ്ങനെ അടത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരുള്ളൂ. ഇത് നാടൻ തക്കാളി അടന്നെടുക്കുമ്പോഴത്തേക്കും ഞെട്ടോട് കൂടിയാ വന്നെ. അപ്പൊ ഇത് അടത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുള്ളൂ. അപ്പൊ ഇത് ആൾക്കാരുടെ വിചാരം മുഴുവൻ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. ഇങ്ങനെ ഒരു കുഴപ്പം വന്നു ഇത്തവണ. എന്നിട്ട് ഞാൻ പിന്നെ ഇത് വിൽക്കുന്ന ഹോൾസെയിൽ മാർക്കറ്റുകാരാണ്. പച്ചക്കറിക്കാർക്ക് അറിയാമല്ലോ അവരെന്ത് വില തരുമെന്നുള്ളവർ. പച്ചക്കറിയല്ല ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തു തീർക്കണേ. ഈ മിനിഞ്ഞാന്ന് കൊടുത്തു 100 കിലോ കൊടുത്തു. അപ്പൊ ഇതിനുള്ള കുഴപ്പം ഇത്രയേ ഉള്ളൂ. 2000 ചോട് പിന്നെ വഴുതന നട്ടിട്ടുണ്ട്. ഈ വഴുതന 3 ടൈപ്പ് വഴുതനയാണ്. ഒന്ന് പച്ച വഴുതന, ഇത് ഇല്ലിക്കൊമ്പൻ വഴുതനയാണ്. ഇല്ലിക്കൊമ്പൻ എന്ന് പറയും. ഇല്ലിക്കൊമ്പൻ വഴുതനയാണ് ഇത്. നല്ല നീളമുണ്ട്. അത് ഇപ്പൊ ചെറുത്. അത് സാധാരണ നമ്മുടെ വയലറ്റ് കളറുള്ള വഴുതനയും പിന്നെ ഒരു പച്ച ടൈപ്പുള്ള വഴുതന. ഈ 2 വഴുതന നട്ടിരിക്കുന്നു. പിന്നെ ഒരു ദിവസം തന്നെ 10, 100, 150 കിലോ ഒക്കെയാണ് പറിക്കണത്. അപ്പം ഇത് എല്ലാ ദിവസവും നമ്മൾ പറിച്ചിട്ട് ഹോൾസെയിൽ ഞാൻ പറഞ്ഞില്ലേ മൊത്ത വ്യാപാരികൾ കൂടും. അവരെനിക്ക് തരുന്നത് 25 രൂപയാണ്. 25 രൂപയെ തരുള്ളൂ. ഇത് കടകളിലൊക്കെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപയാണ്. മിനിമം 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എനിക്ക് 25 രൂപയെ തരുള്ളൂ. പക്ഷെ ഞാൻ ഒരു ദിവസം 100 കിലോ കൊടുക്കും. 100 കിലോ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് 2500 രൂപ കിട്ടും. ഇത് ഇതിനകത്ത് ഇനിയൊന്നും അധ്വാനമൊന്നുമില്ല. ഇതിന്മേന്ന് കാവറിക്കുക, പിന്നെ ഇതിന് രോഗം വരാതെ പുഴുക്കൾ വരാതിരിക്കാൻ അത് അടിക്കുന്ന അഗ്രോപ്ലസ് ആണ്. നമ്മുടെ കാർഷിക ഗവേഷണ വള്ളുവനാട് കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അഗ്രോപ്ലസ് എന്ന് പറയുന്ന ആ മരുന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് കീടനാശിനികൾ അടിക്കേണ്ടി വരില്ല. നനയില്ല, വളവും ഇല്ല. ആദ്യത്തെ ഒരു പ്രാവശ്യത്തെ വളമൊക്കെ ഉള്ളു. അതെ, ഇതിനൊക്കെ ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഈ മഴ പെയ്തപ്പോൾ ഉള്ള തണുപ്പുണ്ട്. ഇനി ഒരു രക്ഷയില്ലാതെ വന്നാൽ ഒരു 2 ആഴ്ച ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഓസ് വെച്ച് അവിടെയൊക്കെ നിന്നൊന്ന് ചീറ്റിച്ചു കൊടുക്കും. അപ്പൊ മൊത്തത്തിലൊരു തണുപ്പ് വരും. ഇത്രയൊക്കെ ഇതിനകത്ത് ഉള്ളു. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വലിയ മുതൽ മുടക്ക് നമ്മൾ ചെയ്യാതെയുള്ള പിന്നെ കൃഷി രീതികളാണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യൂല, മൾച്ചിങ് ഷീറ്റ് ഇട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുമ്പോൾ അത് വലിയ കോസ്റ്റ്ലിയാണ്. അപ്പൊ അതിന്റെ ക്ഷീണം നികത്താൻ ഇതൊക്കെയാണ് ബോണസ് പോയിന്റ്. ഇതൊക്കെ ഈ നമ്മുടെ ജനുവരി മാസം തൊട്ട് ഏതാണ്ട് മെയ് വരെ ഈ നമ്മൾ ഈ പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ പണ്ടത്തെ പരമ്പരാഗത രീതി വെച്ചാണ് ചെയ്യുന്നത്. ഇത് പച്ച കളറിലുള്ള വഴുതനയാണ്. ഇതിന്റെയൊക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ട ഇത് നോർമൽ വലിപ്പമാണ്.
ഇതിന്റെ ഇത് നോർമൽ വലിപ്പമാണ്. ഇത് ഭയങ്കര വലിപ്പം, കുറെ കൂടെ വലിപ്പമാകും. കണ്ട, ഇതിന് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ പെട്ടെന്ന് ചീയൽ രോഗം വരും. ഇത് കണ്ട, ഇത് ചീയൽ രോഗാ. ഇപ്പൊ എന്തെങ്കിലും കാൽസ്യത്തിന്റെ മേളിൽ കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് കൊടുക്കണം, പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ ഇതൊക്കെ ഇവിടെ വെച്ച് തന്നെ ഉപേക്ഷിക്കുക. ഇതിന്റെ പുറത്ത് കാൽസ്യം സ്പ്രേ ചെയ്തൊന്നും നടക്കുമൊന്നുമില്ല. പരിപാടി ഇവിടെ വെച്ച് സമയമില്ല, അതിനുള്ള സമയമൊന്നുമില്ല. കിട്ടണ മതിയെന്ന്. ഇഷ്ടം പോലെ വളമാണ്, ഇഷ്ടം പോലെ. ഏത് സൈസ് ഇതിനകത്ത് നോക്കിയ താഴെ മണ്ണ് നോക്കിയ നനച്ചിട്ടുണ്ടാ? നനച്ചിട്ടില്ല. ഇതിന് വേറെ എന്തെങ്കിലും വളമുണ്ടാ? അതുമില്ല. സാധാരണ ഒറ്റ ട്രിപ്പ് വളം, ഒരു പരിപാടിയാണ് അല്ലേ. ഇത്ര പരമ്പരാഗത കൃഷിയല്ലേ? ഒരു കൃഷിക്കാരന് ഇത്രയും കിട്ടിയാ പോരെ? മതി മതി. പട്ടാളത്തിലും ടീമിലൊക്കെ ഉണ്ടായിരുന്നു. 25 വർഷം സർവീസ് കഴിഞ്ഞ്. സർവീസ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 10 വർഷമായി. അപ്പൊ കൃഷി തുടങ്ങിട്ടോ? കൃഷി തുടങ്ങിയിട്ട് വെറും 3 വർഷമായുള്ളൂ. പക്ഷേ നമ്മൾ വലിയ വർഷങ്ങളായി കൃഷി ചെയ്ത് ശീലിച്ച ആളല്ല. പക്ഷെ 3 വർഷം കൊണ്ട് ഞാൻ 8 ഏക്കർ 10 ഏക്കർ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ആയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയാൻ പറ്റില്ല. ഞാൻ ഈ ചില വട്ടന്മാർ പോണ പോലെ ഒരിടത്തു നിന്ന് കൃഷി ചെയ്ത് അടുത്തടുത്തേക്ക് അടുത്തത് ഇങ്ങനെ കൂട്ടി 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 പോവുകയാണ്. കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും മത്ത, വെള്ളരി, ഇളവൻ ഇട്ടിട്ട് അതിന്റെ പുറകെ ഓടുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഈ മത്തയും വെള്ളരി ഇളവൻ ഈ സീസണിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ ഇത് വിറ്റ് പോകാൻ ഭയങ്കര പ്രയാസം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കാണ് ഞാൻ തക്കാളി കൃഷി, വഴുതന കൃഷി, വെണ്ട കൃഷി, പയർ കൃഷി, ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യണം. പിന്നെ ഇത് മറ്റുള്ളവർ വഴുതന നടുന്ന പോലെയല്ല. നമ്മൾ ഒരു 1.5 മീറ്റർ ഒരു വഴുതന നട്ട് കഴിഞ്ഞാൽ വേറെ 1.5 മീറ്റർ മാറ്റിയിട്ടൊക്കെയാണ് വഴുതന കൃഷി ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ പടന്ന് പന്തലിക്കാനുള്ള. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും 4-5 മാസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇത് 40 സെന്റിമീറ്റർ ദൂരത്തിലാണ് നട്ടിരിക്കണം. എല്ലാം 40 സെന്റിമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ കാട് പോലെ നിൽക്കുക. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന വാരത്തിന്റെ ഉണ്ടല്ലോ, അപ്പുറത്തും അടുത്ത് തന്നെ തൊട്ട് തന്നെ വേറൊരു വാരമുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ട് പറഞ്ഞാൽ അവിടുത്തെ ചെടി സപ്പോർട്ട് ചെയ്യും, ഇത് ഇങ്ങോട്ട് പറഞ്ഞ് ഇവിടുത്തെ ചെടി സപ്പോർട്ട് ചെയ്യും. മനസ്സിലായി? കെട്ടാനും പിടിക്കാനൊന്നും എനിക്ക് നേരെയില്ല. നേരെയില്ലാന്നല്ല, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഒരു ദിവസം നമുക്ക് ഇതിൽ നിന്ന് കുറഞ്ഞത് 1500 രൂപയുടെ വഴുതന കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. 2500 ചെടിയുണ്ട്. 1000 എനിക്ക് എങ്ങനെ പോയാലും 100 കിലോ കൊടുക്കുവാണെങ്കിൽ തന്നെ 25 രൂപ, 2500 രൂപ. 100 കിലോ ഇല്ലെങ്കിലും മിക്കവാറും 70 കിലോ 60 കിലോ 70 കിലോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് മതി. 1500 രൂപയ്ക്ക് ഈ വഴുതന തന്നെ കൊടുക്കാൻ പറ്റും. ബൾക്കായിട്ട് കണ്ണടച്ചങ്ങോട്ട് കൃഷി ചെയ്യുമോ? ഒരു ചെടിയിൽ നിന്ന് ഇത്ര കിലോ കിട്ടണമെന്നൊന്നും ഇവിടെ നിർബന്ധമൊന്നുമില്ല. ചില ചെടിയിൽ നിന്ന് 5 കിലോ കിട്ടും, ചില ചെടിയിൽ നിന്ന് 1.5 കിലോ കിട്ടും. സംഭവം ഇത് ഈക്വൽ ചെയ്ത് പോകും. ഈ 25 കൊല്ലം പട്ടാളത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ എന്തെങ്കിലും ജോലി ട്രൈ ചെയ്തുകൂടായിരുന്നോ? അല്ല, ഇത് പുതിയ ജോലിയാണല്ലോ. എല്ലാവരും പോകുന്നത് മറ്റുള്ള ജോലി, PSC എഴുതുക, അല്ലെങ്കിൽ ബാങ്കിൽ പോയിരിക്കുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി, അങ്ങനെ എന്തെങ്കിലും ഫാക്ടറികളിലൊക്കെ പോവുകയാണല്ലേ. ഈ രീതിയിലേക്ക് ആരും വരില്ല. പക്ഷെ ഒരു പച്ചമുളക് ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവെടുക്കുന്നത് നമുക്ക് 1 വർഷത്തോളം മിനിമം വിളവെടുക്കാൻ പറ്റും. ഒരു ചെടിയിൽ നിന്ന് ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളവ് തുടങ്ങിക്കഴിഞ്ഞാൽ 1 വർഷം വളം ഇട്ട് കൊടുത്താൽ വിളവെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ കൃഷി രീതി ഞാൻ പറഞ്ഞില്ലേ, വെറും 4 മാസത്തേക്കാ. അതുകൊണ്ട് ഡോണ്ട് വറി, എത്ര പുല്ല് വന്നാലും എനിക്ക് പ്രശ്നമില്ല. അതവിടെ നിന്നോളൂ. പുല്ല് പറിച്ചാലല്ലേ ചെടി ഇത് പുല്ല് ഇവിടുന്ന് പറിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉണക്ക് വരും. മനസ്സിലായേ? അപ്പൊ ഇത് ഒരു മിനിമം പ്രകൃതി കൃഷി രീതിയാണ്. അതായത് ഇത് പുല്ലൊക്കെ അവിടെ നിന്നോളും. അത് ഒരു തണുപ്പാണ്. ഈ പുല്ലേല് ചെറിയ മഴവെള്ളം അല്ലെങ്കിൽ മഞ്ഞുതുള്ളി വീഴും. ആ പുല്ലേന്ന് താഴെ വീഴുമ്പോഴത്തേക്ക് അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് ഇതിന് ഈ ഷെയ്ഡാണ്. ഈ ചെടിക്ക് ഒരിക്കലും ഇതിന് വെയിലടിക്കുന്നില്ല ചോട്ടിൽ. ചില കീടങ്ങളൊക്കെ ഉണ്ടെന്നേ. അതിന് നമ്മൾ പല പല മാർഗങ്ങൾ വേറെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുത്തിക്കളയണതിന് കെണി വയ്ക്കും. പിന്നെ അതേപോലെ ഇപ്പൊ ഇവിടെ ഉപയോഗിച്ച് മൈൻസ് വയ്ക്കും, കെണി, മൈൻസ്. ഇനി ഇത് അവിടെ തുടങ്ങി ബന്ദി മൈൻസ് വയ്ക്കും, അതുപോലെ തന്നെ തുളസി മൈൻസ് വയ്ക്കും. ഇതൊക്കെയാണ് നമ്മുടെ കൃഷി രീതികൾ. പക്ഷെ ഒരു കൃഷി നഷ്ടത്തിലല്ല. നമ്മൾ ചെയ്യുന്ന കുറെ രീതിയുണ്ട്. വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് മുഴുവൻ ചെയ്ത് തീർക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല, ഇത്രയും ചെയ്യാൻ പറ്റില്ല. അതിന് പണിക്കാർ വേണം. ഞാനല്ല കൃഷി ചെയ്യുന്നത്. ഞാൻ വെറുതെ നിങ്ങളുടെ മുമ്പിൽ, ഈ മീഡിയയിലും മുമ്പിലും ഇപ്പൊ മുളക് ഇത് കണ്ടോ, മുളക് ചെയ്യണം, അതിന് അധ്വാനിക്കണത് ആ ചേച്ചിമാരാണ്. അവരാണ് അതിന്റെ പുറകെ ചെയ്യുന്നത്. അവരാണ് ഇത് നോക്കുന്നത്. ഇതിന് ഇന്ന കുഴപ്പങ്ങളുണ്ടെന്ന്. എന്നേലും വലിയ എക്സ്പീരിയൻസ് അവർക്കാ. ഇതെല്ലായിടത്തും നമ്മൾ ഓടി എത്തിയല്ല. അതിനാണ് വ്യവസായം പറയണത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ 365 ദിവസവും കൃഷി ചെയ്യും. മഴ പെയ്താലും ശരി, വെയിൽ വന്നാലും ശരി, എന്ത് വന്നാലും ശരി. അപ്പൊ കൃഷി ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുള്ളൂ. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ സാധനം ഒരു
ബോംബ് പോലത്തെ പരിപാടിയാണ് ഇത്. ഇല്ല പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതുണ്ടല്ല, ഇത് നോക്കിയും കണ്ട് നിന്നില്ല എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. ഇത് ഇന്ന് എടുക്കേണ്ട കായ് ഇന്ന് എടുത്തേ പറ്റുള്ളൂ, ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യല്ല. ഇല്ലെങ്കിൽ ഇത് ഇതായിരിക്കും അവസ്ഥ. കാണിച്ചുതരാം. ഇത് അവിടെയൊക്കെ കിടപ്പുണ്ട്. ഇതിങ്ങനെ പൊട്ടിപ്പോണ, നമ്മളിത് കൃത്യ ദിവസം എടുത്തില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഇനിയിപ്പോ എന്ത് ചെയ്തു? ഇതിന്റെ ഞങ്ങൾ ഇത് നല്ല ഇതാണ്. ഇത് നല്ല മൂത്ത് റെഡി ആയിരിക്കണം. ഇത് കണ്ട, ഇതിന്റെ കുരു എടുക്കും. ഇപ്പൊ അവരോട് ഞാൻ പറയും പാത്രമായിട്ട് വന്നിട്ടേ ഇതിന്റെ കുരു ശേഖരിക്കും. ഇത് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാലുള്ള അതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാല് രണ്ട് സംതൃപ്തിയാണ് കിട്ടുന്നത്. ഒന്ന് കുറേ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചിട്ടല്ല ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ വെറുതെ ഒരു നിമിത്തമാണ്. ഇതിൻ്റെ പ്രയത്നം മുഴുവൻ ചെയ്യുന്നത് ഇവരാണ്. ഇവരൊരു 6 പേര് എനിക്കുണ്ട്. ഇവർ മറ്റു പണി ചെയ്യാൻ താല്പര്യക്കുറവ് കൊണ്ടല്ല, അവർക്ക് മറ്റു പണി ഇല്ലാഞ്ഞിട്ടുമല്ല. ഇവർക്ക് ഇതിനോടുള്ള ഒരു കൃഷിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അവരെൻ്റെ കൂടെ ഈ ജോലിക്ക് വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 8 മണിക്ക് വന്നിട്ട് 12 മണിക്ക് പോകുന്ന ജോലിക്കാരല്ല. ഇവരെ ഏത് സമയത്തും രാവിലെ അവർ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 7 മണി വരെയാണ്. അത് അവർ ചിലപ്പോൾ രാവിലെ 8 മണിക്ക് പകരം രാവിലെ 7 മണിക്കാണ് വന്നെടുക്കേണ്ടതെങ്കിൽ വെയിലിന് മുമ്പ് എടുക്കും. വൈകിട്ട് തൈ നടണമെങ്കിൽ ഈ ചെടികൾ നടണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് 4 മണി കഴിഞ്ഞേ നടാൻ പറ്റുള്ളൂ. അവരത് സന്ധ്യാകണ വരെ നടും. അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ഉച്ചയ്ക്ക് വരെ, ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് അവർ 3 മണിക്കാ പോയി ചോറുണ്ണാൻ പോയത്. അന്നേരം കാരണം കുറച്ച് തൈ കൊണ്ടുവന്ന് ഇറക്കേണ്ട കാരണം ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിങ്ങിലല്ല, ഇതൊരു കോർഡിനേഷനാണ്. പിന്നെ ഇതിൻ്റെ ആത്മസംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതല്ല. 6 പേർക്ക് എനിക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നു, അവർക്ക് അവരുടെ വീട്ടിലേക്ക് ഒരു ചെറിയ വരുമാനം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് കൃഷിയുടെ വിജയം. എത്ര മണി കിട്ടുന്നുണ്ട്? ആഴ്ച എല്ലാ ദിവസവും പണിയുണ്ട്. ഞായറാഴ്ച ഞങ്ങൾ വരണില്ലെന്നേ ഉള്ളൂ. അങ്ങനെ സമയം നോക്കിയൊക്കെ ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒന്നും വിളവെടുക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ മുതലാളിക്ക് അങ്ങനെ ഞങ്ങളോട് അങ്ങനെ പറയാറുമില്ല. ഇന്ന സമയത്ത് വരണം, ഇത്ര സമയത്ത് കയറണം, അങ്ങനെയൊന്നും ഞങ്ങളോട് പറയാറില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു. അതിന് അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല. ഞങ്ങളോട് ശമ്പളം തരും. പിന്നെ ഞങ്ങള് ലോറിയൊന്നും മേടിക്കാൻ കാശില്ല കേട്ടാ. ഇപ്പൊ 2 മാസമായാണ് പരിപാടി തുടങ്ങിയിട്ട്. നമ്മുടെ ഹീറോ അമേസിലാണ്. കൊണ്ടുപോയിക്കോ, ഇട്ടോ. മിക്കവാറും ഇത് കണ്ടാകും ഒന്നില്ലേ കേട്ടാ. ഇപ്പൊ ഒരു വാൻ മേടിക്കേണ്ടി വരും, അല്ലാതെ ഈ പരിപാടിയൊന്നും നടക്കുകയല്ല. പലയിടത്തുനിന്ന് ലോൺ എടുക്കണം. ഇതാണ് കട. ഇതാണ് കട. ഇത് നമ്മുടെ കാർഷിക സേനയിലെ മറ്റൊരംഗം മിസ്റ്റർ ശശികുമാർ. ഇതാണ് സെയിൽസ് മാനേജറാണ് നമ്മുടെ. റോഡ് സൈഡിലിട്ട് വിൽക്കാൻ തുടങ്ങിയിട്ട് 2 മാസമേ ആയുള്ളൂ. 3 വർഷമായി കൃഷി തുടങ്ങിയെങ്കിലും 2 മാസമേ ആയുള്ളൂ ഈ പരിപാടി തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 5 രൂപ കൂടുതലും കിട്ടും. വാങ്ങുന്ന കസ്റ്റമറിന് 5 രൂപ കുറച്ചും കൊടുക്കാൻ പറ്റും. അതായത് ഒരു ഉൽപ്പന്നം 40 രൂപയുടെ ആണെങ്കിൽ നമ്മൾ പിന്നെ മറ്റൊരു കടയെ കൊണ്ട് കൊടുത്താൽ അവർ 60 രൂപയ്ക്കാണ് വിൽക്കണം. അപ്പോൾ എനിക്ക് ഇത് വേണമെങ്കിൽ 50 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യാം. വാങ്ങുന്ന കസ്റ്റമർക്ക് 10 രൂപ കുറച്ച് 50 രൂപയ്ക്ക് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് 60 രൂപയ്ക്ക് വാങ്ങണ്ട, 50 രൂപയ്ക്ക് വാങ്ങിയാൽ മതി. എനിക്കും 10 രൂപ ലാഭം, അവർക്കും 10 രൂപ ലാഭം.